ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് മന്ത് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം പ്ലേലിസ്റ്റിനകത്ത് ഏർലി പ്രഗ്നൻസി സിംറ്റംസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കുക. ഇതിനോടകം ഒരുപാട് പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയട്ടെ, പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി തന്നെയും യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെ പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ പ്രഗ്നൻസിയുടേതാണെന്ന് പറയുന്നതും കേട്ട് ശീലിച്ചതുമായിട്ടുള്ള ഒരുപാട് പ്രഗ്നൻസി ലക്ഷണങ്ങളായിട്ടുള്ള ഛർദില് അല്ലെങ്കിൽ തലകറക്കം അല്ലെങ്കിൽ മറ്റുള്ള തളർച്ച ഇതൊന്നും ഇല്ലാതെ പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള വ്യത്യാസം കൊണ്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടും ശരീരത്തിലും ക്ലൈമറ്റിലും ഒക്കെ ഉണ്ടാകുന്ന പല ചേഞ്ചസ് കൊണ്ടും പലർക്കും യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളും ഇന്നത്തെ സിറ്റുവേഷനിൽ ഫേസ് ചെയ്യാറില്ല. ചിലർക്ക് ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത് താനും. അതായത് നമ്മൾ ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള ഇതൊക്കെ പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള ലക്ഷണങ്ങളാണ് പലർക്കും തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ യാതൊരു ലക്ഷണവും നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിലും നിങ്ങൾ പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രമാണ്. ആ പോകുന്ന രക്തത്തിന്റെ അളവ് എത്രത്തോളമാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മോണിറ്റർ ചെയ്യുക. പണ്ടത്തെ സിറ്റുവേഷൻ അപേക്ഷിച്ച് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിനു ശേഷവും 9 months വരെ ബ്ലീഡിങ് ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പലർക്കും പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ടാണ് ഇങ്ങനെയുള്ള ബ്ലീഡിംഗ് ഉണ്ടാകുന്നത്. ചിലർക്ക് ത്രെട്ടേൺഡ് മിസ്കാരേജ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ബ്ലീഡിംഗ് ഉണ്ടാകുന്നത് കേട്ടോ. ത്രെട്ടേൺഡ് മിസ്കാരേജ് എന്ന് പറയുന്നത് മിസ്കാരേജ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അത് പ്രിവെന്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം കാണിച്ചു തരുന്ന ലക്ഷണമാണ്. അതായത് മിസ്കാരേജ് ആവാനായിട്ട് സാധ്യതയുണ്ട് എന്ന് നമ്മൾ ത്രെട്ടേൺ ചെയ്യുന്ന തരത്തിലുള്ളവയാണ് അങ്ങനത്തെ ലക്ഷണങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ എത്രത്തോളമാണ് ബ്ലീഡിങ് പോകുന്നതെന്ന് നോക്കുക. പോകുന്ന രക്തത്തിന്റെ അളവ് വളരെയധികം കുറവാണെങ്കിൽ നിങ്ങൾ കാർഡ് ഉപയോഗിച്ചിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ബ്ലീഡിങ് നിന്നതിന് ശേഷവും ലക്ഷണങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് പ്രഗ്നൻസി ഗ്ലോയിനെ പറ്റിയിട്ടാണ്. ഒരുപാട് പേര് ഇപ്പോൾ യൂട്യൂബിൽ ഷോർട്സ് കാണുന്നവരാണെങ്കിലും ദീപിക പടുക്കോണിന്റെ പ്രഗ്നൻസിയുടെ റിലേറ്റഡ് വീഡിയോസ് കാണുമ്പോഴേക്കും പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ഒരു കമന്റ്, പ്രഗ്നൻസി ഗ്ലോ എന്ന് പറയുന്നത് കമന്റ്. അതായത് പ്രഗ്നന്റ് ആക്കുന്ന സമയത്ത് നമ്മുടെ മുഖം നല്ലതുപോലെ അങ്ങോട്ട് ഭംഗിയായിട്ട് വരുന്നതാണ് ഈ പ്രഗ്നൻസി ഗ്ലോ എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഉണ്ടാവുന്നതെന്ന് നോക്കാം. ഒരുപാട് ചേഞ്ചസ് നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ തലമുടി മുതൽ നമ്മുടെ ആ പാദത്തിന്റെ ഏറ്റവും അറ്റത്തുള്ള ഫിംഗറിലെ നഖത്തിൽ വരെ ആ ഒരു ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രഗ്നന്റ് ആകുന്ന സമയത്തും നമ്മുടെ ഫേസിലെ പല ഗ്രന്ഥികളും ഒരുപാട് ഓയിൽ പ്രൊഡ്യൂസ് ആക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഫേസ് ഒന്നും കൂടി ബ്രൈറ്റും അതുപോലെ ഷൈനിയറും ആക്കുന്നതിന് കാരണമാകുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ റീസൺ ആണ് ശരീരത്തിൽ കൂടുന്ന ബ്ലഡ് സർക്കുലേഷൻ. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുന്നുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് നല്ലതുപോലെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിയുമ്പോഴേക്കും ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു എംബ്രിയോനെ ഒന്ന് നറിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിനും എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണായിട്ട് വളരുന്നതിനും കുഞ്ഞിലോട്ട് പോഷകങ്ങൾ എത്തുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ നോർമലി ഉണ്ടായതിനേക്കാൾ ഒരു 50% അല്ലെങ്കിൽ ഒരു 40% വരെ ഇൻക്രീസ് ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതൊരിക്കലും യൂട്രസിലോട്ട് മാത്രമല്ല ഇൻക്രീസ് ആവുന്നത്. ഇതുപോലെ നമ്മുടെ ശരീരത്തിലെ തലമുടി മുതൽ പാദം വരെയുള്ള എല്ലാ ഭാഗത്തോട്ടും ഈ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആകും. അതിന്റെ ഭാഗമായിട്ട് ഫേസിലോട്ടും ആ ഒരു സർക്കുലേഷൻ ഇൻക്രീസ് ആകുമ്പോഴേക്കും അത് നിങ്ങളുടെ മുഖം ഒന്ന് ബ്രൈറ്റ് ആവുന്നതിന്, മുഖത്ത് നല്ലതുപോലെ ഒരു തെളിച്ചം ഉണ്ടാവുന്നതിന് കാരണമാകുന്നുണ്ട് കേട്ടോ. അടുത്ത റീസൺ ആണ് നമ്മുടെ പ്രഗ്നൻസി ഹോർമോൺസ് കൂടുന്നത്. ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, HCG ഇങ്ങനെയുള്ള പല ഹോർമോൺസും മറ്റു പല ഹോർമോൺസും നമ്മുടെ ശരീരത്തിൽ ഇൻക്രീസ് ആവുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിങ്ങളുടെ സ്കിന്നിലും ഹെയറിലും നഖത്തിലും ഒക്കെ ചേഞ്ചസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അത് നല്ല ഗ്ലോ ആകാനും നല്ല ഷൈനിയർ ആകാനായിട്ടും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി എപ്പോഴാണ് ഇത് കണ്ടു തുടങ്ങുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രഗ്നൻസിയുടെ ആ ഒരു ഫസ്റ്റത്തെ വീക്ക് മുതൽ തന്നെ ഈ ലക്ഷണങ്ങൾ പലർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് ഉണ്ടായതാണ് കേട്ടോ. പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിട്ട് നമ്മൾ ആളുകളോട് പറഞ്ഞു തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ, പോസിറ്റീവ് ആണ് നമ്മൾ കൺഫേം ചെയ്യുന്ന ഒരു സമയം. ആ സമയത്തിന് മുൻപ് തന്നെ എൻ്റെ മുഖത്ത് ഈ ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഗ്രാൻഡ് മദർ ഈ ഒരു ലക്ഷണം കണ്ടിട്ട് എളുപ്പത്തിൽ എന്തോ മാറ്റം ഉണ്ടല്ലോ, ഡേറ്റ് മിസ്സായോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾക്കും ഉണ്ടാകാം. വളരെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി കാണുന്നില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ.
ഇനി അടുത്തത് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, ഇതെല്ലാവർക്കും ഈ ഒരു പ്രഗ്നൻസി ലക്ഷണം ഉണ്ടാവുന്നതിനെ പറ്റിയിട്ട്. നമ്മൾ ചെയ്യുന്ന പല പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റി പറഞ്ഞാലും അതൊന്നും തന്നെ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടാകും, പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ആ പറയുന്ന ലക്ഷണത്തിന് ഒരു പൊടി പോലും കണ്ടെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് ഇത് എല്ലാ പേർക്കും ഈ ഒരു പ്രഗ്നൻസി ലക്ഷണം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ചില ആളുകൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ സ്കിന്നിൽ വരുന്നത് ചിലപ്പോൾ പാച്ചസോ അല്ലെങ്കിൽ ആക്നീസോ ഒക്കെ ആയിരിക്കും കേട്ടോ ബോഡിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഇത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓരോരുത്തരുടെ സ്കിന്നും എങ്ങനെയാണോ ഹോർമോൺസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. പ്രഗ്നൻസി ഗ്ലോ മാത്രമല്ല, എല്ലാവർക്കും സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങൾ മറ്റു പല മാറ്റങ്ങളിലൂടെയും നമുക്ക് ഫേസിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും ആദ്യത്തേത് ഒന്നാണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ. നമ്മുടെ സ്കിന്നിലെ ഭാഗത്തായിട്ട് കരുവാളിപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യുക. നമ്മുടെ കഴുത്തിന്റെ ഭാഗം, നമ്മുടെ മൂക്കിന്റെ ഭാഗം, നമ്മുടെ ചുണ്ടിന്റെ ഭാഗം, അതുപോലെ കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്തൊക്കെ പലർക്കും ആ ഒരു പിഗ്മെന്റേഷനിൽ ചേഞ്ചസ് വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ചിലരുടെ സ്കിൻ ടോൺ ആ ഒരു പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരു ഷെയ്ഡ് താഴേക്ക് പോകും. ചിലരുടെ അപ്പ് ആവുന്നതിനനുസരിച്ചിട്ട്, അതായത് പ്രഗ്നൻസി ഗ്ലോ ചിലർക്ക് ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് ചിലർക്ക് പ്രഗ്നൻസിയുടെ ആ ഒരു സ്കിൻ ടോൺ നമ്മുടെ ഒരു സ്റ്റേജെങ്കിലും ഒന്ന് താഴേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ചിലർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് പ്രഗ്നൻസി മാസ്ക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അണ്ടർ ഐസിന്റെ ഭാഗത്തോട്ടും അതുപോലെ നോസിന്റെ ഭാഗത്തോട്ടും മെലാസ്മ എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടാകും. അതും പലർക്കും പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ചിലർക്ക് കുഞ്ഞിന്റെ ജെൻഡർ അത് വെച്ച് പ്രഡിക്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. മുഖമൊക്കെ കരുവാളിച്ച് വരുമ്പോൾ ഇന്ന കുഞ്ഞാണെന്ന് പറഞ്ഞ് പ്രഡിക്റ്റ് ചെയ്യാറുണ്ട്. എനിക്ക് അങ്ങനെ ഒരു പ്രഡിക്ഷൻ 100% കറക്റ്റ് ആയിട്ട് എൻ്റെ കേസിൽ തോന്നിയിട്ടില്ല. പക്ഷെ ചിലർക്ക് അങ്ങനെയുള്ള ഒരു രീതിക്ക് വെച്ചിട്ടും പലരും കുഞ്ഞിനെ പ്രഡിക്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഈ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് ഈ സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷനും അതുപോലെ സ്കിൻ ടോൺ ഒരു ഇതൊക്കെ ഡൗൺ ആയിട്ട് താഴേക്ക് പോകുന്നതൊക്കെ കുറച്ച് നാളത്തേക്ക് മാത്രം ലാസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ചിലർ ആ ഒരു കണ്ടീഷനൊക്കെ മുഖത്ത് വരുമ്പോൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആകാറുണ്ട്. നമുക്ക് ആ ഒരു പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇതൊക്കെ കൂടുകയാണെങ്കിൽ ഏകദേശം ഡെലിവറി കഴിഞ്ഞിട്ട് ഹോർമോൺസ് ഒക്കെ ഒരു 3 months, ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 3 months ഒക്കെ കഴിയുമ്പോഴേക്കും ഹോർമോൺസ് ഒന്ന് നോർമൽ ആവാറുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പലർക്കും ഇതൊക്കെ നോർമൽ സ്റ്റേജിലോട്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ കണ്ണിന് ചുറ്റുമൊക്കെ കറുത്ത പാടൊക്കെ വരികയാണെങ്കിൽ കുക്കുമ്പറൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുക. തണുത്ത വെള്ളത്തിൽ മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആകാനായിട്ട് നോക്കുക. ഒപ്പം നമ്മുടെ ഉറക്കവും അതുപോലെ എഴുന്നേക്കുന്നതുമായിട്ടുള്ള പാറ്റേൺ നിങ്ങൾ കൃത്യമായിട്ട് ക്രമീകരിക്കുക. ഒപ്പം ഇലക്ട്രോണിക് ഡിവൈസസ് കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ കണ്ടീഷനൊക്കെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും കേട്ടോ. അതോടൊപ്പം പലർക്കും ഉണ്ടാകുന്ന മറ്റൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ആ ഒരു സ്കിന്നിൽ കുരുക്കൾ കൂടുതലായിട്ട് വരിക. സാധാരണയായിട്ട് പീരീഡ്സ് ആകുന്ന സമയത്ത് പീരീഡ്സിന് മുന്നോടിയായിട്ടാണ് പലർക്കും 1-2 ദിവസങ്ങൾക്ക് മുമ്പ് കുരുക്കൾ അവിടെയൊക്കെ ആയിട്ട് മുഖത്ത് കണ്ടുവരുന്നത്. എന്നാൽ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാലും പലർക്കും മുഖത്ത് കുരു ഉണ്ടാവാനായിട്ട് ചാൻസസ് കൂടുതലാണ്. നമ്മളുടെ ആ ഒരു ഹോർമോൺ ചേഞ്ചസ് പെട്ടെന്ന് ശരീരം അഡോപ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും ഓയിലിന്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടാണ് പിമ്പിൾസ് കാണുന്നത് കേട്ടോ. അപ്പോൾ പിമ്പിൾസ് ആണ് വരുന്നതെന്ന് വിചാരിച്ചിട്ട് പീരീഡ് ഡേറ്റ് 1-2 ദിവസമൊക്കെ മിസ്സായി കഴിഞ്ഞാൽ പീരീഡ്സ് വരുന്നതിന്റെ ആണെന്ന് തന്നെ വിചാരിച്ച് നിങ്ങൾ പീരീഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സസൈസുകളോ അല്ലെങ്കിൽ മെഡിസിനുകളോ ഓൾറെഡി ഉള്ളതോ എടുത്ത് കഴിക്കാതിരിക്കുക. പ്രഗ്നൻസി സമയത്തും അത് ഉണ്ടാകും എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലും പീരീഡ് ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസമെങ്കിലും കഴിഞ്ഞ് രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. രാവിലത്തെ യൂറിനിലായിരിക്കും ഹോർമോണിന്റെ അളവ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് 99% എങ്കിലും കൃത്യമായിട്ട് അറിയാനായിട്ട് അത് സഹായിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.